നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവിധ രാജ്യങ്ങളോടുള്ള പടപ്പുറപ്പാട് അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് 8ഓളം രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് കടക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അതിനു പിന്നാലെയാണ് അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഇന്നേ വരെ അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക നടപടികളുമായി ട്രംപ് ഇറങ്ങിയത്. അമേരിക്കക്കാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള സൈനിക നടപടികളാണ് അമേരിക്കൻ മണ്ണിൽ ട്രംപ് നടത്തിക്കൂട്ടുന്നത്. രാജ്യത്തിനുള്ളിൽ തന്നെ അതിനെതിരെ കടുത്ത ആക്ഷേപങ്ങളും പ്രത്യാഘാതങ്ങളുമാണ് നടക്കുന്നത്. അതിന്റെ കാട്ടുതീ പോലും അവസാനിക്കാത്ത പശ്ചാത്തലത്തിലാണ് ട്രംപ് വീണ്ടും കൂടുതൽ രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് യാത്രാ നിയന്ത്രണം നീട്ടുന്നതിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുതലാണ് പുറത്തു വന്നു തുടങ്ങിയത്. 36 രാജ്യങ്ങൾക്ക് കൂടി യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ട് എന്ന് വാഷിംഗ്ടൺ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈജിപ്റ്റ്, ജിബൂട്ടി തുടങ്ങിയ US പങ്കാളികളും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവെച്ച മെമ്മോ ശനിയാഴ്ച US നയതന്ത്രജ്ഞർക്ക് അയച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ലിസ്റ്റ് ചെയ്ത രാജ്യങ്ങൾക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിച്ച പുതിയ നിയമങ്ങൾ പാലിക്കാൻ 60 ദിവസത്തെ സമയമുണ്ട് എന്ന് മെമ്മോയിൽ പറയുന്നു. വിശ്വസനീയമായ തിരിച്ചറിയൽ രേഖകൾ നൽകുന്നതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ചില രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. US-ൽ നിന്ന് നാടുകടത്തപ്പെടുന്ന മൂന്നാം രാജ്യ പൗരന്മാരെ തിരിച്ചെടുക്കാൻ ഒരു രാജ്യം സമ്മതിച്ചാൽ അത് മറ്റ് ആശങ്കകൾ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാമെന്ന് മെമ്മോ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സാധ്യമായ യാത്രാ നിരോധനങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിൽ ആഫ്രിക്കയിലെ 25 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. അങ്കോള, ബെനിൻ, ബുർക്കിന ഫാസോ, കാബോ വെർഡെ, കാമറൂൺ, കോട്ട് ഡി ഐവൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ജിബൂട്ടി, എത്യോപ്യ, ഈജിപ്റ്റ്, ഗാബൺ, ഗാംബിയ, ഘാന, ലൈബീരിയ, മലാവി, മൗറിറ്റാനിയ, നൈജർ, നൈജീരിയ, സാവോ ടോം ആൻഡ് പ്രിൻസിപ്പി, സെനഗൽ, ദക്ഷിണ സുഡാൻ, ടാൻസാനിയ, ഉഗാണ്ട, സാംബിയ, സിംബാബ്വെ എന്നിവയാണവ. ആന്റിഗ്വ ആൻഡ് ബർബുഡ, ഡൊമിനിക്ക, സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെന്റ് ലൂസിയ എന്നീ കരീബിയൻ രാജ്യങ്ങളും ലിസ്റ്റിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഏഷ്യയിലെ ഭൂട്ടാൻ, കംബോഡിയ, കിർഗിസ്ഥാൻ, സിറിയ ഓഷ്യാനയിലെ ടോങ്ക, തുവാലു, വാനുവാട്ടു എന്നീ രാജ്യങ്ങളും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമങ്ങൾ എങ്ങനെ പാലിക്കുമെന്നതിനെ കുറിച്ചുള്ള ആദ്യ പദ്ധതി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അയക്കാൻ ഈ രാജ്യങ്ങൾക്ക് ബുധനാഴ്ച രാവിലെ 8 മണി വരെ സമയമുണ്ട്. അതേസമയം അമേരിക്കക്കാർ സുരക്ഷിതരാണെന്നും വിദേശ പൗരന്മാർ നിയമം പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ വകുപ്പ് എല്ലായ്പ്പോഴും നയങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണെന്ന് ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. സമയപരിധിക്ക് ശേഷം പുതിയ യാത്രാ പരിധികൾ ആരംഭിക്കുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ട്രംപ് തന്റെ ആദ്യ ടേം യാത്രാ വിലക്ക് വീണ്ടും കൊണ്ടുവന്നതിന് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ മെമ്മോ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഉത്തരവ് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവേശനം തടയുകയും മറ്റ് 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ട്രംപിന്റെ വലിയ കുടിയേറ്റ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ നീക്കമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ നേർക്ക് തൽക്കാലം കടുത്ത നടപടികൾ ഇല്ല എന്ന് ആശ്വസിക്കാൻ വരട്ടെ. ട്രംപിന്റെ ഒരൊറ്റ ഫോൺ കോളിന് ഇന്ത്യക്കാരെ മുഴുവൻ അമേരിക്കയിൽ നിന്ന് നാടുകടത്താനും വഴിയടച്ചു പുറത്തു നിർത്താനും നിഷ്പ്രയാസം സാധിക്കും. 1ഉം 2ഉം ഇന്ത്യക്കാരല്ല അമേരിക്കയിൽ കഴിയുന്നത്. പതിയെ ഇന്ത്യയിലേക്കും ട്രംപിന്റെ തോന്നിവാസം നീണ്ടാൽ അമേരിക്കയോട് സാമ്പത്തികമായും സൈനികപരമായും ഏറ്റുമുട്ടാൻ കഴിയാതെ ഇന്ത്യ സ്തംഭിച്ചു നിൽക്കേണ്ടി വരും. അമേരിക്കയിലെ ജനതയോട് പോലും കിരാതമായ ഏകാധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളോട് യാതൊരു അനുകമ്പയും തോന്നേണ്ട കാര്യമില്ല എന്നതാണ് വസ്തുത. ട്രംപിന്റെ നടപടികളെ ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് നിലവിൽ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. മുഴുവൻ രാജ്യങ്ങൾക്കും ട്രംപ് ഭരണകൂടത്തോട് ഭയം വളർത്തിക്കൊണ്ട് മുഴുവൻ രാജ്യങ്ങൾക്കു മേലും ഒരു അധിനിവേശം നടത്താനുള്ള നടപടികളാണ് ട്രംപ് നടത്തിക്കൂട്ടുന്നത് എന്ന് പറയാതെ വയ്യ.